ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആകെ 2 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്താ എൻ്റെ ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തായാലും എനിക്ക് സിലബസ് തീർക്കണം. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോകാണ്. ഹെഡിങ് കൊടുക്കുക, ആൻറ്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. ആൻറ്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. എന്നിട്ട് നമ്മൾ പഠിച്ചത് സ്പീക്ക് പ്ലേറ്റ് മെത്തേഡ്, അതുപോലെ തന്നെ 4 പ്ലേറ്റ് മെത്തേഡ്, ദെൻ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡ്സ് ആയിരുന്നു പഠിച്ചത്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, മെയിൻ ഹെഡിങ് കൊടുക്കുക, ആൻറ്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. എന്താണെന്ന് നോക്കാം. A sensitivity analysis is a test that determines the sensitivity of bacteria to an antibiotic. It also determines the ability of the drug to kill bacteria. അതായത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, ഈ ടെസ്റ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ആന്റിബയോട്ടിക്കുമായിട്ട് ഇങ്ങനെ ബാക്ടീരിയ ആന്റിബയോട്ടിക്കുമായിട്ടുള്ള പ്രതികരണം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം പ്രതികരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആന്റിബയോട്ടിക്കുമായിട്ട് ബാക്ടീരിയ പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, then it also determines the ability of the drug to kill bacteria. അതുകൂടാതെ തന്നെ ഇത് എന്ത് നിർണ്ണയിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ് ഉപയോഗിച്ച്, അതായത് ബാക്ടീരിയനെ നശിപ്പിച്ച് കളയാനുള്ള, കിൽ ചെയ്യാനുള്ള ഡ്രഗിന്റെ കഴിവിനെയും നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെൻസിറ്റിവിറ്റി അനാലിസിസ് ഇസ് എ ടെസ്റ്റ് that determines the sensitivity of bacteria to an antibiotic. Full stop. It also determines the ability of the drug to kill bacteria. അതായത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് നിർണ്ണയിക്കുന്നത്, ഇത് നടത്തുന്നത് എന്തിനാണ്? ബാക്ടീരിയ എത്രത്തോളം ആന്റിബയോട്ടിക്കുമായിട്ട് പ്രതികരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അതുകൂടാതെ തന്നെ ഇതെന്തിനു സഹായിക്കുന്നുണ്ട്? ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ള ഡ്രഗിന്റെ കഴിവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എബിലിറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? Is it clear? ക്ലിയർ ആയോ? റെസ്പോൺസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, ഇമ്പോർട്ടൻസ്. ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അടുത്ത സബ് ഹെഡിങ് ഇമ്പോർട്ടൻസ്. Okay, in that first point, the results from this test helps to determine which drugs are likely to be most effective in treating a person's infection. അതായത് ഈ ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ടെസ്റ്റ് എന്തിനു സഹായിക്കുന്നത്? The result from this test, ഈ ടെസ്റ്റിന്റെ റിസൾട്ട്, ഓക്കെ, അത് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസിന്, പേഴ്സൺസിന്, വ്യക്തികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഈ ടെസ്റ്റിന്റെ റിസൾട്ട് ക്ലിയർ ആയോ? The result from this test helps to determine which drugs are likely to be most effective in treating a person's infections. അതായത് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രഗ് ഏതാന്ന് നിർണ്ണയിക്കാൻ സഹായിക്കും. അപ്പൊ അതിന്റെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Okay, the results from this test helps to determine which drugs are likely to be most effective in treating person's infection. അതായത് ഈ ടെസ്റ്റ്, ആന്റിമൈക്രോബിയൽ ടെസ്റ്റ് നടത്തിയതിനു ശേഷം അതിന്റെ റിസൾട്ട് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വ്യക്തികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസിന് ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡ്രഗ് ഏതാന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും. ക്ലിയർ ആയോ? ഓൾറെഡി പറഞ്ഞു ഈ ടെസ്റ്റ് എന്തിനൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബാക്ടീരിയ എത്രത്തോളം ആന്റിബയോട്ടിക് ആയിട്ട് പ്രതികരിക്കുന്നുണ്ടെന്ന് നോക്കാനും, അതുപോലെ തന്നെ ബാക്ടീരിയനെ നശിപ്പിക്കാനായിട്ടുള്ള ഡ്രഗിന്റെ കഴിവിനെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു ഡെഫിനിഷനിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം തന്നെയാണ്. ഈ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്തിനു സഹായിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഇൻഫെക്ഷൻസിനെതിരെ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഏതാന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? Okay,
അടുത്ത പോയിന്റ് aids in the evaluation of treatment services provided by hospitals, clinicals and national programs for control and prevention of infectious disease. അതുകൂടാതെ ഇതൊരു എയ്ഡ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, ഇതൊരു എയ്ഡ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. അതായത് ഇവാലുവേഷൻ ഓഫ് എ ട്രീറ്റ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ബൈ ഹോസ്പിറ്റൽസ്, അതായത് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് സർവീസസിനെ എല്ലാം വിലയിരുത്താൻ വേണ്ടിയിട്ട്, ഓക്കെ, ട്രീറ്റ്മെന്റ് സർവീസസിനെ വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ക്ലിനിക്സിലെ ട്രീറ്റ്മെന്റ് സർവീസസിനെ വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നാഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസിനെ, ഓക്കെ, ഇതെല്ലാം എന്തിനു സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ്, ഓക്കെ, അതായത് നാഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഓക്കെ, അതിനെല്ലാം വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പറയാം aids in evaluation of treatment services provided by hospitals, clinicals and national programs for control and prevention of infectious disease. ഓക്കെ, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന, ഓക്കെ, കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന, അതായത് അതിനെല്ലാം വിലയിരുത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, നാഷണൽ പ്രോഗ്രാംസ്, ഇവിടെയെല്ലാം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് സർവീസസിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എയ്ഡ് ആയിട്ടും നിലകൊള്ളുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, aids in the evaluation of treatment services provided by hospitals, clinicals and national programs for control and prevention of infectious disease. ഓക്കെ, അതായത് ഇതൊരു എയ്ഡ് ആയിട്ട് മീൻസ് ഒരു സഹായി ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, അതായത് ഹോസ്പിറ്റല് അതുപോലെ തന്നെ ക്ലിനിക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് സർവീസസിനെ മീൻസ് ചികിത്സാ രീതികളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുള്ളത് നാഷണൽ പ്രോഗ്രാംസ് മീൻസ് ഓരോ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ പ്രോഗ്രാംസ് ഇറക്കും. മീൻസ് വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. നാഷണൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പൊ എന്താ പറയാ, എക്സാമ്പിൾ കൊറോണ. അപ്പൊ കൊറോണനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മൾ വാക്സിൻ ഇറക്കുന്നു അല്ലെങ്കിൽ ആന്റിബയോട്ടിക് ഇറക്കുന്നു. ഓക്കെ, ഇതൊക്കെ എന്തായാലും നാഷണൽ പ്രോഗ്രാംസിൽ വരുന്നതാണ്. മീൻസ് ഫുള്ളായിട്ട് നമ്മൾ എന്താ പറയാ, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതൊക്കെയാണ് ഈ നാഷണൽ പ്രോഗ്രാംസിൽ വരുന്നത്. നാഷണൽ പ്രോഗ്രാംസിൽ വരുന്നത് ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ, അതൊക്കെ. ഓക്കെ, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന നാഷണൽ പ്രോഗ്രാംസ്, ഇതിനെക്കുറിച്ചെല്ലാം ഇതിനെല്ലാം വിലയിരുത്തുന്ന ഒരു എയ്ഡ് ആയിട്ടും ഇത് നിലകൊള്ളുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മോണിറ്റർ ഫോർ റെസിസ്റ്റൻസ് പാറ്റേൺസ് ഡ്യൂ ടു ദി മ്യൂട്ടേഷൻസ് ഇൻ ബാക്ടീരിയൽ DNA. അതായത് മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മോണിറ്റർ ഫോർ റെസിസ്റ്റൻസ് പാറ്റേൺസ് ഡ്യൂ ടു മ്യൂട്ടേഷൻസ് ഇൻ ബാക്ടീരിയൽ DNA. ഓക്കെ, അതായത് ഈ ഒരു ടെസ്റ്റ് എന്തിന് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ DNA-ല്, ഓക്കെ, ബാക്ടീരിയൽ DNA-ലെ മ്യൂട്ടേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ മ്യൂട്ടേഷൻസിനെ എതിർത്ത് നിൽക്കുന്ന ആ ഒരു പാറ്റേണിനെയൊക്കെ നിർണ്ണയിക്കാൻ സഹായിക്കും. ബാക്ടീരിയൽ DNA-യുടെ മ്യൂട്ടേഷൻസ്, ഓക്കെ, അതിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ എതിർത്ത് നിൽക്കുന്ന, ഓക്കെ, റെസിസ്റ്റന്റ് ചെയ്യുന്ന പാറ്റേണിനെ എല്ലാം മോണിറ്റർ ചെയ്യാൻ മീൻസ് അതിനെയെല്ലാം വിലയിരുത്താൻ സഹായിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം, മോണിറ്റർ ഫോർ റെസിസ്റ്റൻസ് പാറ്റേൺസ് ഡ്യൂ ടു ദി മ്യൂട്ടേഷൻസ് ഇൻ ബാക്ടീരിയൽ DNA. മീൻസ് എന്താ പറയുക, ബാക്ടീരിയൽ DNA-യിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ എതിർത്ത് നിൽക്കുന്ന, ഓക്കെ, എതിർത്ത് നിൽക്കുന്ന ആ ഒരു പാറ്റേണിനെ എല്ലാം മോണിറ്റർ ചെയ്യാൻ മീൻസ് അതിനെല്ലാം നിരീക്ഷിക്കാനും ഇത് സഹായിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാക്ടീരിയൽ DNA-യിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കാനൊക്കെ ഇത് സഹായിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടി പറയാം, ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ, എ സെൻസിറ്റിവിറ്റി അനാലിസിസ് ഇസ് എ ടെസ്റ്റ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ sensitivity of bacteria to an antibiotic. It also determines the ability of the drug to kill bacteria. അതായത് ഇതൊരു എന്താ പറയുക ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റ് സഹായിക്കുന്നത് എന്താണ്, ബാക്ടീരിയ ആന്റിബയോട്ടിക്കുമായിട്ട് എത്രത്തോളം സെൻസിറ്റീവ് മീൻസ് എത്രത്തോളം പ്രതികരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ്. അതുകൂടാതെ തന്നെ ഇത് എന്താ പറയുക ബാക്ടീരിയനെ നശിപ്പിക്കുന്ന ഡ്രഗിന്റെ കഴിവിനെ നിർണ്ണയിക്കാനും സഹായിക്കും. then അതിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് the result from this test that helps to determine which drugs are likely to be most effective in treating person's infection. അതായത് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്തിനു ഹെൽപ്പ് ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസിനെ
ട്രീറ്റ് ചെയ്യാൻ ഇൻഫെക്ഷൻസിനെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും. അതുകൂടാതെ തന്നെ അടുത്ത പോയിന്റ് പറഞ്ഞെങ്കിൽ എയ്ഡ്സ് ഇൻ ദി ഇവാലുവേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് സർവീസസ് provided by hospitals, clinicals and national programs for control and prevention of infectious diseases. അതായത് ഇതൊരു എയ്ഡ് ആയിട്ട് ഒരു സഹായിയായിട്ടൊക്കെ നിലകൊള്ളുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് സർവീസസിനെ വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നാഷണൽ പ്രോഗ്രാംസിൽ മീൻസ് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്ന സഹായിക്കുന്ന നാഷണൽ പ്രോഗ്രാംസിനെ അതിനെ എല്ലാം വിലയിരുത്താനൊക്കെ സഹായിക്കും. Then next point പറഞ്ഞിരിക്കുന്നത് monitor for resistant patterns due to the mutations in bacterial DNA. Bacterial DNA യിലെ mutationsന്റെ അതിനെ എതിർത്ത് നിൽക്കുന്ന പാറ്റേണിനെ കുറിച്ചെല്ലാം നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ നിർണ്ണയിക്കാനൊക്കെ സഹായിക്കും. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല അത്രയും? ഓക്കെ. റഹ്മത്ത് importance okay. First point പറഞ്ഞിരിക്കുന്നത് the result from this test helps to determine which drugs are likely to be most effective in treating a person's infection. അതായത് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് അതായത് ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റിന്റെ റിസൾട്ട് എന്തിനു ഹെൽപ്പ് ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡ്രഗ് ഏതാന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും. Then അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് aids in the evaluation of treatment services provided by hospitals, clinics and national programs for control and prevention of infectious disease. ഇതൊരു എയ്ഡ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട്, ഒരു സഹായിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽസും ക്ലിനിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് സർവീസസ് മീൻസ് ചികിത്സാ രീതികളെ വിലയിരുത്താൻ സഹായിക്കും. അതുകൂടാതെ തന്നെ നാഷണൽ പ്രോഗ്രാംസ് എങ്ങനെയാണ് മീൻസ് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സിനെ മീൻസ് നാഷണൽ പ്രോഗ്രാംസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെയുള്ള എന്താ പറയുക ആ ഒരു പ്രോഗ്രാംസിനെയൊക്കെ വിലയിരുത്താനൊക്കെ ഇത് സഹായിക്കും. Then next point പറഞ്ഞിരിക്കുന്നത് monitor for resistant patterns due to the mutations in bacterial DNA. അതായത് ബാക്ടീരിയൽ DNA യിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെ എതിർത്ത് നിൽക്കുന്ന റെസിസ്റ്റന്റ് ചെയ്യുന്ന പാറ്റേൺസിനെ കുറിച്ച് നിരീക്ഷിക്കാനൊക്കെ സഹായിക്കും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക ടൈപ്സ്. അതായത് ടെസ്റ്റിന്റെ ടൈപ്സ് ഉണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ടൈപ്സ് കൊടുക്കുക. ദാറ്റ് 2 ടൈപ്സ്, 2 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, എ എന്ന് കൊടുക്കുക. ഓക്കെ, എ ഡിഫ്യൂഷൻ ടെസ്റ്റ്. അതായത് 2 ടൈപ്സ് ഉണ്ട്, അതിൽ തന്നെ സബ് ടൈപ്സും വരുന്നുണ്ട്. ഓക്കെ, എ ഡിഫ്യൂഷൻ ടെസ്റ്റ്. എ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ടെസ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് ഡൈലൂഷൻ ടെസ്റ്റ് ആണ്. എ ഡിഫ്യൂഷൻ ടെസ്റ്റ്, ബി ഡൈലൂഷൻ ടെസ്റ്റ്. ഓക്കെ, ഇതിൽ എയിൽ വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. എ ഡിഫ്യൂഷൻ ടെസ്റ്റ് ആണ്. അതിൽ വരുന്ന മെത്തേഡ് ഒന്നാമത്തത് സ്ട്രോക്സ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. സ്ട്രോക്സ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. രണ്ടാമത്തത് കെർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് എഴുതെടുക്കുക. ഓക്കെ, കെർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. അതായത് ഡിഫ്യൂഷൻ ടെസ്റ്റ് ആണ് ഒന്നാമത്തത്. അതിൽ വരുന്ന 2 ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോക്സ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്, രണ്ടാമത്തത് കെർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. കെർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. Then ബി ഡൈലൂഷൻ ടെസ്റ്റ് ആണ്. ബി ഡൈലൂഷൻ ടെസ്റ്റ്. ഓക്കെ, അതിൽ വരുന്ന 2 മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ്. ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ്. രണ്ടാമത്തത് അഗർ ഡൈലൂഷൻ മെത്തേഡ്. ഒന്നാമത്തത് ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ്, രണ്ടാമത്തത് അഗർ ഡൈലൂഷൻ മെത്തേഡ്. നോടി പറയാം, ടൈപ്സ് 2 ടൈപ്സ് ആണുള്ളത്, ഡിഫ്യൂഷൻ ടെസ്റ്റും ഡൈലൂഷൻ ടെസ്റ്റും. ഡിഫ്യൂഷൻ ടെസ്റ്റിൽ വരുന്നത് സ്ട്രോക്സ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് ആൻഡ് കെർബി ബോർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്. ദെൻ ബി വരുന്ന ഡൈലൂഷൻ ടെസ്റ്റ് ആണ്. അതിൽ വരുന്നത് ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ് ആൻഡ് അഗർ ഡൈലൂഷൻ മെത്തേഡ്. ക്ലിയർ ആയോ? Is it clear? Okay. ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുക്കാം ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ്.
ഇതിൽ വരുന്ന മെത്തേഡ്സിനെ കുറിച്ചൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, പോയിന്റ് വൈസ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, serial dilution of the drug in Muller-Hindenburg are taken in tubes and a standardized suspension of the test bacteria inoculated. Okay, അതായത് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് സീരിയൽ ഡയലൂഷൻ ഓഫ് ദി ഡ്രഗ്, അതായത് ഒരു ഡയലൂഷൻ, ഒരുപാട് തവണയുള്ള ഡയലൂഷൻ നടത്തുന്നത്, ഡ്രഗിന്റെ ഡയലൂഷൻ നടത്തുന്നതിന് വേണ്ടി ഇൻ മുള്ളർ ഹിൻഡൻ ബ്രോത്ത്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രോത്ത് ആണ് മുള്ളർ ഹിൻഡൻ ബ്രോത്ത്. ഓക്കെ, ആ ഒരു ബ്രോത്ത് നമ്മൾ ട്യൂബുകളിൽ എടുക്കുന്നു. ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് സസ്പെൻഷൻ ഓഫ് ദി ടെസ്റ്റ് ബാക്ടീരിയം ഇനോക്കുലേറ്റഡ്. അതിനുശേഷം എന്താ പറയാ, ബാക്ടീരിയയുടെ കൾച്ചർ, ബാക്ടീരിയ ബാക്ടീരിയനെ നമ്മൾ ഇതിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ടീരിയത്തിന്റെ ഒരു സസ്പെൻഷൻ മീൻസ് അതിന്റെ ഒരു മിശ്രിതം, സാധാരണ രീതിയിലുള്ള എടുക്കുന്ന രീതിയിൽ തന്നെയുള്ള ബാക്ടീരിയയുടെ ഒരു മിശ്രിതം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മുള്ളർ ഹിൻഡൻ ബ്രോത്തിലോട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. മീൻസ് അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, സീരിയൽ ഡയലൂഷൻ ഓഫ് ദി ഡ്രഗ് ഇൻ മുള്ളർ ഹിൻഡൻ ബ്രോത്ത് ആർ ടേക്കൺ ഇൻ ട്യൂബ്സ് ആൻഡ് എ സ്റ്റാൻഡർഡൈസ്ഡ് സസ്പെൻഷൻ ഓഫ് ദി ടെസ്റ്റ് ബാക്ടീരിയം ഇനോക്കുലേറ്റഡ്. അതായത് ഡ്രഗ്സിന്റെ സീരിയൽ ആയിട്ടുള്ള ഒരുപാട് തവണയുള്ള ഡയലൂഷന് വേണ്ടിയിട്ട് നമ്മൾ മുള്ളർ ഹിൻഡൻ ബ്രോത്ത് എടുക്കുന്നു. ആ ബ്രോത്ത് നമ്മൾ ഒരു ട്യൂബിലാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്ടീരിയ സസ്പെൻഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇതിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യും. ഈ ട്യൂബ്സിലോട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ, സീരിയൽ ഡയലൂഷൻ ഓഫ് ദി ഡ്രഗ് ഇൻ മുള്ളർ ഹിൻഡൻ ബ്രോത്ത്, ഒരു ബ്രോത്തിന്റെ പേര് മുള്ളർ ഹിൻഡൻ ബ്രോത്ത്. ഓക്കെ, ആർ ടേക്കൺ ഇൻ ട്യൂബ്സ് ആൻഡ് എ സ്റ്റാൻഡർഡൈസ്ഡ് സസ്പെൻഷൻ ഓഫ് ദി ടെസ്റ്റ് ബാക്ടീരിയം ഇനോക്കുലേറ്റഡ്. അതായത് ഡ്രഗ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ആന്റിമൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റുകൾ നടത്തുന്നത്. മൊത്തം ഡ്രഗിന്റെ ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഓക്കെ, ഇവിടെ സീരിയൽ ഡയലൂഷൻ ഓഫ് ഡ്രഗ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ, അതായത് ഡ്രഗിന്റെ ഡയലൂഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മുള്ളർ ഹിൻഡൻ ബ്രോത്ത് എടുക്കുന്നു. ഒരു ട്യൂബില് മുള്ളർ ഹിൻഡൻ ബ്രോത്ത് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം സാധാരണ രീതിയിലുള്ള ബാക്ടീരിയന്റെ സസ്പെൻഷൻ, ബാക്ടീരിയന്റെ മിശ്രിതം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലോട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. മീൻസ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാണ്, ഈ ട്യൂബിലോട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. ക്ലിയർ ആയോ? Is it clear? ക്ലിയർ ആയോ? ഇല്ല, ഒന്നും കൂടി പറയാം. സീരിയൽ ഡയലൂഷൻ ഓഫ് ദി ഡ്രഗ് ഇൻ മ്യൂലർ ഹിൻഡൻ ബ്രോത്ത് ആർ ടേക്കൺ ഇൻ ട്യൂബ്സ് ആൻഡ് എ സ്റ്റാൻഡർഡൈസ്ഡ് സസ്പെൻഷൻ ഓഫ് ദി ടെസ്റ്റ് ബാക്ടീരിയം ഇനോക്കുലേറ്റഡ്. നമ്മൾ ഈ ആന്റിമൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബാക്ടീരിയ ആന്റിബയോട്ടിക് ആയിട്ട് അല്ലെങ്കിൽ ഡ്രഗുമായിട്ട് എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഈ ബ്രോത്ത് ഡയലൂഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രഗിന്റെ ഡയലൂഷൻ ആണ് നടത്തുന്നത്. മീൻസ് ഡ്രഗിനെ നമ്മൾ നേർപ്പിച്ചെടുക്കുകയാണ്. ഓക്കെ, ആ ഡയലൂഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മുള്ളർ ഹിൻഡൻ ബ്രോത്ത് എന്ന് പറഞ്ഞ ബ്രോത്ത് ആണ് എടുക്കുന്നത്. ആ ബ്രോത്ത് നമ്മൾ ട്യൂബ്സിൽ എടുക്കുകയാണ്, ട്യൂബുകളിൽ എടുക്കുന്നു. ഓക്കെ, ഈ ഡ്രഗിനെ നമ്മൾ എന്താ പറയാ, ഡയലൂഷൻ നടത്താൻ വേണ്ടിയിട്ട് മുള്ളർ ഹിൻഡൻ ബ്രോത്തില്, ഓക്കെ, മുള്ളർ ഹിൻഡൻ ബ്രോത്ത് നമ്മൾ ഒരു ട്യൂബിലോട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അതിനുശേഷം ആ ട്യൂബ്സിലോട്ട് നമ്മൾ ബാക്ടീരിയയുടെ സസ്പെൻഷൻ, ബാക്ടീരിയയുടെ ആ ഒരു മിശ്രിതം നമ്മൾ എന്ത് ചെയ്യാണ്, ഇനോക്കുലേറ്റ് ചെയ്യും. മീൻസ് അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. ക്ലിയർ ആയ? ആ ട്യൂബിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ക്ലിയർ? ഓക്കെ, then next point, an organism of non-sensitivity should also be titrated. Okay, അതായത് ഈ ഓർഗാനിസത്തിന്റെ മീൻസ് ബാക്ടീരിയയുടെ an organism of non-sensitivity should also be titrated. അതായത് നമ്മൾ അതിനുശേഷം ഈ സെൻസിറ്റിവിറ്റി നമുക്ക് ഓൾറെഡി അറിയായിരിക്കാം. ഓക്കെ, ആ ഒരു സെൻസിറ്റിവിറ്റിനെ നമ്മൾ മീൻസ് ആ ഒരു പ്രതികരണത്തെ, ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ പ്രതികരണത്തെ ഓക്കെ നമ്മൾ പിന്നെയും ടൈട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ടൈട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സെൻസിറ്റിവിറ്റിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ടൈട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
should also be titrated. An organism of non-sensitivity should also be titrated. നമുക്ക് ഈ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള സെൻസിറ്റിവിറ്റി അറിയാമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പിന്നെയും ടൈട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Then next point പറഞ്ഞിരിക്കുന്നത് incubate at 37 degrees Celsius for 16 to 18 hours. അതിനുശേഷം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും. ടൈട്രേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്യുബേറ്റ് ചെയ്യും. ടൈട്രേഷൻ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ലാബ് സൈഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കാണാൻ സാധിക്കും. ടൈട്രേഷൻ എന്നൊരു മെത്തേഡാണ്. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചാണ് കെമിസ്ട്രി ലാബിൽ ടൈട്രേഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ആ ട്യൂബിനെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു 16 to 18 മണിക്കൂർ വെക്കും, ഇൻക്യുബേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇൻക്യുബേറ്റ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ഫോർ 16 to 18 hours. അതായത് 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും, ഒരു 16 to 18 hours വെക്കും. ഇതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഇൻക്യുബേറ്റ് അറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ഫോർ 16 to 18 hours. Then next പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് MIC. MIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ ഓഫ് മെത്തിസിലിൻ ഇൻക്യുബേറ്റ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. അതായത് മെത്തിസിലിൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗിന്റെ, ഓക്കെ, മെത്തിസിലിൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗിന്റെ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, ഓക്കെ, മീൻസ് തടയാനുള്ള ഒരു എന്താ പറയാ, ഇൻഹിബിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള, തടയാനുള്ള അതിന്റെ ഒരു കോൺസെൻട്രേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് MIC ഓഫ് മെത്തിസിലിൻ ഇൻക്യുബേറ്റ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. അതായത് മെത്തിസിലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രഗ് ആണ്. ഓക്കെ, മെത്തിസിലിൻ എന്ന് പറഞ്ഞ ആ ഒരു ഡ്രഗിന്റെ MIC നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് 30 ഡിഗ്രി സെൽഷ്യസിലാണ് ഇൻക്യുബേറ്റ് ചെയ്യുക. MIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. ഓക്കെ, അതായത് മെത്തിസിലിന്റെ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 30 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യും. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് MIC ഓഫ് മെത്തിസിലിൻ ഇൻക്യുബേറ്റ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് the minimum inhibitory concentration is ready by noting the lowest concentration of the drug at which there is no visible growth. അതായത് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് the minimum inhibitory concentration is ready by noting the lowest concentration of the drug. അതായത് നമുക്ക് ഈ ഡ്രഗിൽ എന്ത് സാധിക്കും അല്ലെങ്കിൽ എന്ത് കാണാൻ സാധിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ the minimum inhibitory concentration is ready, അതായത് വേഗത്തിൽ തന്നെ ഇതിന്റെ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതെ, എന്നിട്ട് നമുക്ക് അവിടെ എന്താ പറയാ, ഗ്രോത്ത് എന്തെങ്കിലും വിസിബിൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ എന്താണ്, which there is no visible growth. ഓക്കെ, ready by noting the lowest concentration of the drug. അതായത് ഡ്രഗിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, at which there is no visible growth, അതായത് അവിടെ എന്താ പറയാ, ഒരു ഗ്രോത്തും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, നമുക്ക് ഡ്രഗിന്റെ ഏറ്റവും താഴ്ന്ന ഏറ്റവും ചെറിയ കോൺസെൻട്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഇല്ലെങ്കിൽ. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, the minimum inhibitory concentration is ready by noting the lowest concentration of the drug at which there is no visible growth. ഓക്കെ, അതായത് നമുക്ക് ഡ്രഗിന്റെ മിനിമം MIC നമുക്ക് വേഗം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗിന്റെ ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ വിസിബിൾ ആയിട്ടുള്ള ഗ്രോത്ത്, മീൻസ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ എന്താണ്, അവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകില്ല. ക്ലിയർ ആയോ? മീൻസ് ബാക്ടീരിയയുടെ പ്രസൻസ് അവിടെ ഉണ്ടാകില്ല. ഒന്നുകൂടി പറയാം, the minimum inhibitory concentration is ready. മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ ഡ്രഗിന്റെ ഒരു കഴിവാണ്. ഓക്കെ, അതായത് ബാക്ടീരിയനെ എതിർക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ, ആ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ നമുക്ക് വേഗത്തിൽ തന്നെ കിട്ടും. ഓക്കെ, ഓൾറെഡി പറഞ്ഞു, ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നുണ്ട് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് MIC ഓഫ് മെത്തിസിലിൻ ഇൻക്യുബേറ്റ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസിൽ.
അതായത് മെത്തിസിലിന്റെ MIC കണ്ടുപിടിക്കാം. MIC എന്ന് പറഞ്ഞാൽ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. ഓക്കെ, ഈ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 30 ഡിഗ്രി സെൽഷ്യസിലാണ് ഇൻക്യുബേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ നമുക്ക് വേഗത്തിൽ തന്നെ കിട്ടും. അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഇല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് ബാക്ടീരിയയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ പ്രസൻസ് അവിടെ ഒരു ഗ്രോത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഡ്രഗിന്റെ ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും. അവിടെ എന്താണ് ഒരു വിസിബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയാം. ബ്രോത്ത് ഡയലൂഷൻ മെത്തേഡ് in that first point, serial dilution of the drug in Muller-Hinton both are taken in tubes and a standardized suspension of the test bacterium inoculated. അതായത് ഡ്രഗിന്റെ സീരിയൽ ഡയലൂഷന് വേണ്ടിയിട്ട് നമ്മൾ മുള്ളർ ഹിൻഡൻ ബ്രോത്തിനെ നമ്മളൊരു ട്യൂബ്സിൽ എടുക്കുന്നു. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? അതിലോട്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മീൻസ് ബാക്ടീരിയയുടെ ഒരു സസ്പെൻഷനെ നമ്മൾ എന്താ ചെയ്യുക, ഇനോക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ആൻ ഓർഗാനിസം ഓഫ് നോൺ സെൻസിറ്റിവിറ്റി ഷുഡ് ഓൾസോ ബി ടൈട്രേറ്റഡ്. അതിനുശേഷം നമ്മൾ ഈ ഓർഗാനിസത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സസ്പെൻഷനെ നമ്മൾ പിന്നെ എന്താണ് ടൈട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then next point പറഞ്ഞിരിക്കുന്നത് incubate at 37 degree Celsius for 16 to 18 hours. അതിനുശേഷം നമ്മൾ ഈ ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്യുബേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഒരു 37 degree Celsiusൽ, അതായത് 60 to 18 hours. Okay, next point പറഞ്ഞിരിക്കുന്നത് for determination of MIC of methicillin incubate at 30 degree Celsius. അതായത് മെത്തിസിലിന്റെ MIC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 30 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്യും. MIC എന്ന് പറഞ്ഞാൽ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. Okay, the minimum inhibitory concentration is ready by noting the lowest concentration of the drug at which there is no visible growth. അങ്ങനെ നമുക്ക് ഈ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ വേഗം തന്നെ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവിടെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഇല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കാണിക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡ്രഗിന്റെ തന്നെ ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും അവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഇല്ലെങ്കിൽ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മീൻസ് അവിടെ ബാക്ടീരിയയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്ലാസ് അടുത്ത സെക്ഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, റഹ്മത്ത് എന്താണ് ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ്? ആന്റി മൈക്രോബിയൽ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എങ്കിൽ ഷംന പറ. ഓക്കെ, ഷംന പറ ഇമ്പോർട്ടൻസും ഡെഫിനിഷനും. ഓക്കെ, ഷംന. ഓക്കെ, ഓക്കെ, ഓക്കെ. റഹ്മത്ത് ടൈപ്സ് പറ. ഓക്കെ, ടൈപ്സ് പറ. ഓക്കെ, ഗുഡ്. ഷബീബ.
ഓക്കെ, ടൈം ആയിട്ടുണ്ട്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കഴിയുമ്പോൾ പഠിച്ചിട്ട് തരാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഷെബീബ, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ടൈം ആയിട്ടുണ്ട്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.